പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് കിഴായൂര്, നമ്പ്രം, കൊടലൂര്, വള്ളൂര് കോളേജ്, വടക്കുമുറി, പട്ടാമ്പി ടൗണ്, പന്തക്കപ്പറമ്പ്, ആനങ്ങാട്, അതുപോലെ ഉമിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗുരുതരമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലമാണ്. അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അപേക്ഷ തരികയും അങ്ങയോട് ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങയുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 7,74,00,000 രൂപ അമൃത് പദ്ധതിയിൽ അമൃത് 2 ലഭ്യമാക്കിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ടെൻഡർ നീണ്ടുപോയപ്പോൾ അങ്ങയുടെ ചേംബറിൽ തന്നെ ഒരു യോഗം ചേർന്ന് അത് പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. ടാങ്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ളത് ടെൻഡർ ചെയ്തു. പട്ടാമ്പി നഗരസഭ അതിന് സ്ഥലവും ലഭ്യമാക്കി തന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ടെൻഡർ ചെയ്തെങ്കിലും ഇനിയും 2,74,00,000 പുറമെ ഇനിയും 2 കോടി അതിനാവശ്യമായിട്ടുണ്ട്. എന്നാലാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുക. അപ്പോൾ അതുകൂടി അങ്ങ് അനുവദിച്ച് തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം ഓങ്ങല്ലൂർ, വല്ലപ്പുഴ പഞ്ചായത്തുകളിലുള്ള ജലജീവൻ പദ്ധതി ഏതാണ്ട് 90% അതിൻ്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈൻ ഇടലും അതുപോലെ തന്നെ ടാങ്കും പ്ലാന്റും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ റെയിൽവേ ക്രോസിംഗ് കുറച്ച് കാലതാമസം എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റിൽ മാറ്റം വന്നു. അതുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിയും ഇപ്പോൾ നിലവിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള പ്രശ്നം കാരണം 1 വർഷമായിട്ട് അത് തീരുമാനമെടുക്കാതെ വലിയ സാങ്കേതിക പ്രശ്നമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ റിസ്ക് ആൻഡ് കോസ്റ്റിൽ കരാറുകാരനെ പിരിച്ചുവിട്ടിട്ട് പുതിയ കരാറുകാരനെ എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എന്തായിരുന്നാലും ഈ 90% പൂർത്തീകരിച്ച ഈ പദ്ധതി ഈ വേനലിൽ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നത് പ്രയോറിറ്റി വെച്ചുകൊണ്ട് അതിനുള്ള നടപടി കൂടി സ്വീകരിക്കണം, വളരെ അടിയന്തരമായിട്ട് എന്നാണ് അങ്ങയോട് ആവശ്യപ്പെടാനുള്ളത്. അമൃത് പദ്ധതിയിൽ അങ്ങ് തന്നെ ഇടപെട്ട് ഫണ്ട് തന്നു, 2 കോടി കൂടി അഡീഷണൽ തരിക. അപ്പം ഈ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് ഈ വേനലിൽ കുടിവെള്ളം കൊടുക്കാൻ ജലജീവൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട്. ബഹുമാനപ്പെട്ട മന്ത്രി സർ, പട്ടാമ്പി നഗരസഭയിൽ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികൾ നിലവിലില്ല. പട്ടാമ്പി മുനിസിപ്പാലിറ്റി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പദ്ധതിയാണുള്ളത്. ഈ കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടാമ്പി നഗരസഭയ്ക്ക് 7.74 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവൃത്തി കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത് അമൃത് SHPCയിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തയ്യാറാക്കിയ രൂപരേഖയിൽ മാറ്റം വരുത്തുകയും പദ്ധതി നടപ്പിലാക്കുന്നതിന് 2.01 കോടി രൂപ അധികമായി വേണ്ടിവരും എന്ന് മനസ്സിലാക്കുകയും അതിനാൽ അധിക ഭരണാനുമതി ലഭിക്കാനുള്ള പ്രപ്പോസൽ 7/1/2025 അമൃത് SLTC മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയും അത് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് ഓങ്ങല്ലൂർ വല്ലാപ്പുഴ പദ്ധതി നബാർഡ് സ്കീമാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി 90% പണി കഴിഞ്ഞു. അതിന് ആവശ്യം തടസ്സമായിരുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ ക്രോസിനുള്ള അനുമതി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ലഭ്യമായതോടുകൂടി ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതിയുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ റെയിൽവേ ക്രോസിംഗ് പോയിന്റിലും മണ്ണിൻ്റെ ഘടനയുടെ തർക്കം ഉന്നയിച്ചുകൊണ്ട് കരാറുകാരൻ പ്രവൃത്തി ചെയ്യുന്നതിന് തടസ്സം ഉന്നയിച്ചിരിക്കുകയാണ്. കരാർപ്രകാരം ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകേണ്ടതാണെന്ന് കരാറുകാരനെ രേഖാമൂലം അറിയിച്ചെങ്കിലും കരാറുകാരൻ പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയും ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെവിക്കൽപ്പടി റെയിൽവേ ഗേറ്റിനടുത്തുള്ള കേസിംഗ് പൈപ്പിലുള്ള വിതരണ പൈപ്പ് 80 mm PVC പൈപ്പിൽ നിന്ന് 100 mm MS പൈപ്പാക്കി മാറ്റുവാൻ റെയിൽവേ അധികൃതർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 174.70 കിലോമീറ്റർ വിതരണ ശൃംഖല സ്ഥാപിക്കുന്നതിനും 8,948 കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമായി 6,073.64 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇതിന് നാളിതുവരെ 127 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും 4,085 കുടിവെള്ള കണക്ഷൻ നൽകുകയും ചെയ്തു. ജലജീവൻ മിഷൻ പദ്ധതിയിൽ വല്ലപ്പുഴ പഞ്ചായത്ത് 120 കിലോമീറ്ററോളം വിതരണ ശൃംഖല സ്ഥാപിക്കുന്നതിനും 5,746 കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമായി 2,775 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. അതിൽ 105 കിലോമീറ്റർ വിതരണ ശൃംഖല സ്ഥാപിക്കുകയും 3,211 കുടിവെള്ള കണക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളൊന്ന്, ഈ 2 കോടിയും കൂടി അഡീഷണൽ വേണമെന്നുള്ള ആവശ്യമാണുള്ളത്. അത് നമുക്ക് അമൃതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അത് പൂർത്തീകരണത്തിന് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടെ ആലോചിക്കാം. പിന്നെ ഈ കോടതി റിപ്പോർട്ടിലെ വിഷയം നിലനിൽക്കുന്നുണ്ട്. കരാറുകാരനുമായി ഒന്നും കൂടെ ഒരു ഡിസ്കഷൻ നടത്താൻ കഴിയുമോ എന്ന് നോക്കാം, കാലതാമസം ഒഴിവാക്കാനായിട്ട്. ആ നിലയിൽ അദ്ദേഹം തയ്യാറാകുന്നെങ്കിൽ നമുക്ക് ആ ഒരു എക്സസൈസ് തുടരാം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അനന്തര നടപടികൾ സ്വീകരിച്ച് ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാം.